ഹായ്, നമസ്കാരം. ഡോക്ടർ സ്പെൻസിൻ്റെ ഇൻഷുറൻസ് ടോപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത്, ഇന്നലെ നമ്മൾ സൺഡേ ആണല്ലോ, അപ്പം ഒഴിവു ദിവസമായതുകൊണ്ട് കുറേ പഴയ നമ്മുടെ സൂട്ട് കേസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരയുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് കൊറിയർ വഴി വന്നൊരു ഗിഫ്റ്റിൻ്റെ ഉള്ളൊരു കഥ പറയാം. നമ്മുടെ യൂണിറ്റ് മീറ്റിങ്ങിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് നിത്യാൻ സാറും കാസർഗോഡ് DO ഗണേഷ് പ്രൊഫസറും ഭയങ്കര ക്ലോസാണ്. ഗണേഷ് പ്രൊഫസറും ഇവിടെ കോഴിക്കോട് തന്നെയാണ് വേങ്ങരയിൽ താമസിക്കുന്നത്. പക്ഷേ ഇപ്പം കാസർഗോഡ് DO ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം എനിക്കൊരു ഇതില്ല, ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞേ ഗിഫ്റ്റ് കൊടുക്കുന്നപ്പോൾ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നമ്മുടെ യൂണിറ്റ് മീറ്റിംഗ് വെച്ച് നല്ല ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് തോന്നിയതായിട്ട് ഞാനൊരു നമ്മുടെ ഒരു കോംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഒരു ആന്തോറിയത്തിൻ്റെ ഒരു ഇതുണ്ടാക്കിയിട്ട് ബെസ്റ്റ് വിഷസൊക്കെ അടിച്ചുകൊണ്ട് ആക്കി. അത് ഞാനത് മീറ്റിങ്ങിൽ വെച്ച് കൊടുത്തു. ജസ്റ്റ് ഒന്നുമില്ല, ഒരു നമ്മുടെ എപ്പോഴും സാറ് പറയുന്ന അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് നിത്യാൻ സാർ എപ്പോഴും പറയുന്നത് ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്താണ് ഞാനത് ജസ്റ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കൊറിയർ വന്ന് പോസ്റ്റ് ഓഫീസിനെ പോയി. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ സാറിൻ്റെ ഗണേഷ് ബാബു സാറിൻ്റെ ഒരു ഇതായിരുന്നു, ഒരു കുറേ ലീഫ്ലെറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു കുറേ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ഏജൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസൊക്കെ ഉള്ളൊരു ഒരു ഡയറിയുമായിട്ട് കുറേ നമ്മുടെ ബ്രോഷേഴ്സ് ആയിരുന്നു. കുറേ നല്ല ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള ഓരോ പ്ലാനുകൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുള്ള കുറേ ഒരുപാട് നമ്മുടെ എന്താ പറയുക ഹ്യൂമൻ ലൈഫ് വാല്യൂ അങ്ങനെ കുറിച്ച് ഒരു നല്ലൊരു ജസ്റ്റ് നല്ല ഒരു വാല്യൂള്ള ബുക്കാണ്. അത് എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നു. അപ്പം എനിക്ക് വളരെ സന്തോഷം. ഒരിക്കലും നമ്മൾ പലപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അല്ലേ, ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ട് കൊടുത്തതല്ല, എനിക്ക് വേണ്ട ഒരു സന്തോഷത്തിന് ഒരു തവരുടെ അറ്റാച്ച്മെൻ്റെ പുറത്ത് ഞാൻ കൊടുത്തതാണ്. അതുപോലെ തന്നെ ഗിഫ്റ്റിന് മറ്റൊരു കഥ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് 3 രാജീവ് സാറും അവർ വേറെ മറ്റൊരു പേര് പെട്ടെന്ന് കിട്ടില്ല. അവർ രണ്ടുപേരും ജോയിൻ്റ് ആയിട്ട് എനിക്ക് ഒരു മലബാർ പാലസ് വെച്ചൊരു ട്രെയിനിങ് ക്ലാസ് ഒരു 2-3 വർഷം. അപ്പോൾ അത് അവർ നേരെ കരടിയിൽ നിന്നായിരിക്കും ഒരു കഥകളിയുടേതും ഒരു ആലപ്പുഴ തോന്നി. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു കരടിയുടെ പ്രസൻറ്റ് ആയിരിക്കാമെന്ന് തോന്നി. അത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ നമ്മുടെ എന്താ പറയുക പൂജാമുറി തൊട്ടടുത്ത് നമ്മളത് ഇറങ്ങി അപ്പോൾ തന്നെ ഞാനത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മളെന്തായാലും സോഫയിലേക്ക് നേരിട്ട് കാണുന്നതാണ് ആ കഥകളിയുടെ ഫോട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പല ഓർമ്മ നമ്മൾ ഈ ഒരു ഇപ്പം നമുക്ക് മൈനസ് ആണെങ്കിലും അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകും, നമുക്ക് ആശ്വസിപ്പിക്കും. ആ ഗിഫ്റ്റ് പോലും നമ്മളെ പലപ്പോഴും ഒരു ആശ്വസിപ്പിക്കണം കൊടുക്കുക. ചിലപ്പോൾ നമ്മളൊക്കെ വലിയ ബിസിനസ് കൊടുക്കാൻ അവസ്ഥയിൽ കിട്ടാത്ത അവസരങ്ങളുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, വീണ്ടും നമ്മൾ ശ്രമിക്കുക. അവരൊക്കെ നമ്മളോട് നമ്മുടെ തോട് തട്ടുന്നൊരു എഫക്റ്റ് ഉണ്ടാവും പല സമയത്ത്. അപ്പം നമ്മൾ വർക്ക് ചെയ്യാം ഒരുപാട്. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയപ്പം ഒരു ഓർമ്മ വന്നതാണ്. അപ്പം ജസ്റ്റ് എന്തായാലും എല്ലാവർക്കും അതാണ് പറഞ്ഞത്. നമ്മൾ പല കസ്റ്റമേഴ്സും നമ്മുടെ പ്രീമിയം വാങ്ങിയാൽ ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു കപ്പ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അവർക്ക് വാങ്ങാൻ പറ്റാണ്ടിരിക്കും. പക്ഷേ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുമ്പം നമുക്കിപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഐറ്റംസ് നമുക്ക് വാങ്ങിയ വില കൊടുത്ത് വാങ്ങാം. പക്ഷേ വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ ഒരു ഗിഫ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാൾ കൊണ്ടുത്തരുമ്പോൾ അതിലൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കുക. പിന്നെ വേറെ കാര്യമില്ല, കിട്ടാൻ വേണ്ടി കൊടുക്കരുത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നമ്മൾ കൊടുക്കരുത്. നമ്മൾ കൊടുക്കാം, ദൈവം നമുക്ക് മറ്റുള്ള രീതിയിൽ എപ്പോഴെങ്കിലും അതിൻ്റെ ഫലം തരും.